ഭയമാണ് അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ധൈര്യമില്ലാത്തൊരു പ്രതിപക്ഷം. ഒരു അഴിമതി ആരോപണം പോലും മന്ത്രിമാർക്കാർക്കുമെതിരെ നിയമസഭയിൽ എഴുതി ഉന്നയിക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷം. ചരിത്രത്തിൽ ആദ്യമായ ഒരു അവിശ്വാസ പ്രമേയം പോലും. അവിശ്വാസ പ്രമേയം പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാണ്. ആദ്യമായിട്ടാണ് പറഞ്ഞാൽ സർക്കാരിനെ കീറി മുറിക്കാനുള്ള അവസരമാണ്. കോടതിയിൽ പോയിട്ട് ഇതുമാതിരി തിരിച്ചടി നേരിട്ടൊരു പ്രതിപക്ഷമുണ്ട്. കിട്ടിയതും എല്ലാം വെച്ച് കോടതിയിലേക്ക് ഓടുകയായിരുന്നു. കോടതിയിലേക്ക് ഓടും, മുഖമുടച്ചിട്ട് അടിയും കിട്ടിയിട്ട് തിരിച്ച് മുഖം തുറച്ച് തിരിച്ചു വരും. എൻ്റെ കയ്യിൽ ഒരു പട്ടികയുണ്ട്. 25 26 കേസുകളിലാണ് കോടതി പോയിട്ട് തോറ്റു വന്നത് പ്രതിപക്ഷം. ഏറ്റവും ഒടുവിലത്തെ അനുഭവം ഞാൻ പറയാം. അതിന് പ്രതിപക്ഷത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട്. അത് നമ്മുടെ സന്ദേശം DA സന്ദേശം അയച്ചതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവസാനം അവർ കാണിച്ചു തന്നു. എന്താണ്? കോടതി തന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഇത് സൽഭരണത്തിന്റെ ഭാഗമാണ് എന്ന സർട്ടിഫിക്കറ്റ് നാട്ടുകാർക്ക് മുഴുവൻ കാണിച്ചു കൊടുത്തു. ഇതുപോലൊരു പ്രതിപക്ഷത്തെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ഈ പ്രതിപക്ഷത്തോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും. അതെ ഇനിയും കോടതിയിൽ പോകണം. അതാണ് എനിക്ക്. അതെന്താ കാണിക്കുന്നതെന്നറിയോ? ഒന്ന്, പ്രതിപക്ഷം ഫ്രസ്ട്രേറ്റഡ് ആണ്. ഒരു കഥയുമില്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാം. അതുപോലെ കോടതി പോയാൽ നിൽക്കില്ല. അതാണ് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാം. ഇപ്പോൾ അവരതാണ് കുറച്ചു കാലം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കോടതി പോയതോടുകൂടി എല്ലാം പൊളിയാൻ തുടങ്ങി. മാധ്യമങ്ങളിൽ എന്ത് കള്ളക്കഥകളും പ്രചരിപ്പിക്കാം, അപവാദങ്ങൾ പ്രചരിപ്പിക്കാം. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കില്ലല്ലോ. സ്പ്രിംഗ്ലർ ഓർക്കുന്നില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഡേറ്റ ചോർച്ച, സംഭ്രമജനകമായ തലക്കെട്ടുകൾ അല്ലേ? ഇപ്പോൾ സ്പ്രിംഗ്ലറിൻ്റെ വിധി വന്നപ്പോൾ ആ വിധി ജനങ്ങളാരെങ്കിലും അറിഞ്ഞോ? മുക്കിയില്ലേ? അപ്പോൾ എന്തെല്ലാം തിരിച്ചടികളാണ് ഈ പ്രതിപക്ഷത്തിന് നേരിട്ട്. സാധാരണ സർക്കാരിനാണ് തിരിച്ചടി നേരിടേണ്ടത്. ഇവിടെ പ്രതിപക്ഷത്തിനാണ്. കേരളത്തിലെ കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെ പരാജയം ഏറ്റുവാങ്ങാൻ ഇനിയും പ്രതിപക്ഷം, മറ്റേ സിനിമയിൽ മമ്മൂട്ടി പറയുന്നില്ലേ, അതെ, ഇനിയും പ്രതിപക്ഷം ബാക്കി ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിയോടല്ല ഈ ചോദ്യം, ശ്രീ MP രാജേഷിനോടാണ്. ഞാൻ SFI ആയിരുന്നില്ലെങ്കിൽ എന്തുമാത്രം ഒരു ചെറിയ മനുഷ്യനായി തീരുമായിരുന്നു ഞാനിപ്പം അത്ഭുതപ്പെടാറുണ്ട്. കാരണം വലിയ ലോകങ്ങളിലേക്ക് തുറന്നു വിട്ടത് SFI ആണ്. SFIയിലൂടെ വന്ന ഇടതുപക്ഷ രാഷ്ട്രീയവും ആശയവുമാണ്. അതാണ് ലോകത്തെ കാണാൻ പ്രേരിപ്പിച്ചത്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇത് എന്തുകൊണ്ട് സാധാരണഗതിയിൽ കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് ഞാൻ എങ്ങനെ SFI ആയെന്ന് വെച്ചാൽ പുസ്തക വായനയിലൂടെയും ഒക്കെ ഈ വന്ന ഒരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവും പിന്നെ സൗഹൃദങ്ങളും ഒക്കെയാണ്. എൻ്റെ വളരെ കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബമാണ്. ആകെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛൻ, മുത്തച്ഛൻ, പണ്ട് 50കളിൽ കമ്മ്യൂണിസ്റ്റ് ചേട്ടനായിരുന്നു. അത് കൊടിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാളാണ്. ആ ഒറ്റ ഒരാൾ മാത്രമേ ബാക്കി എൻറ്റയർ ഫാമിലി കോൺഗ്രസ് ആയിരുന്നു. വീട്ടിൽ ധാരാളം ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പോരാട്ടം നടത്തുന്നത് വീട്ടിൽ തന്നെയാണ്. പിന്നീട് അവര് വീട്ടുകാർക്ക് വിരോധം കൊണ്ടല്ല, അവർക്ക് ആശങ്കയായിരുന്നു. കാരണം അന്ന് ഞാനൊക്കെ വരുന്ന കാലത്ത് പോലും കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ മോശമാണ് എന്നുള്ള, പ്രത്യേകിച്ച് ഒരു യാഥാസ്ഥിതിക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകൾ SFI ഒക്കെ ആവുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ അവരെ മാറ്റിയെടുത്തു. പിന്നെ ഞാൻ അവരെ മാറ്റിയെടുത്തു. അരിവാൾ ചുറ്റികയിൽ ഒരിക്കലും ഊട്ടിയില്ല എന്ന് പറഞ്ഞ എൻ്റെ അമ്മ അരിവാൾ ചുറ്റികയിൽ ഊട്ടിയുന്ന ആളായിട്ട് മാറി. അപ്പോൾ ആ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ വീട്ടിൽ സമരം ചെയ്തു. രാഷ്ട്രീയമായ ആദ്യത്തെ മാറ്റം വീട്ടിലാണ് ഉണ്ടാക്കിയത്, പിന്നീട് നാട്ടിലുണ്ടാവുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ പ്രധാന നേട്ടങ്ങൾ, അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പിന്നീട് എക്സൈസ്, അതോടൊപ്പം പാർലമെന്ററി അഫയേഴ്സും. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വിദഗ്ധമായി നമ്മുടെ നിയമസഭയിൽ ചില വർത്തമാനങ്ങൾക്ക് കൂടി തുടക്കം കുറിച്ച ഒരു മന്ത്രിയാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. തൃത്താല മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും നേരത്തെ പറഞ്ഞ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഏറ്റവും മിടുക്കനായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ MP രാജേഷ് മിനിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മിനിസ്റ്റർ. നമസ്കാരം. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് മിനിസ്റ്റർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് എപ്പോഴും ഒരുപാട് ആളുകൾക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, കേരളം ലോകത്ത് അറിയപ്പെടുന്നത് ആരോഗ്യ മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ. ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിന് അതൊരു പുതിയ അനുഭവമാണ്, അങ്ങയ്ക്കും പുതിയ അനുഭവമാണ്. ആ അനുഭവം അതൊരു വലിയ കൂട്ടായ പ്രയത്നത്തിൻ്റെ സന്തോഷകരമായ ആഹ്ലാദം നിറച്ച അനുഭവമാണ്. അതായത് ഒരു സർക്കാരിന് എങ്ങനെ ഇത്ര ഏകോപിതമായി പ്രവർത്തിക്കാൻ പറ്റും. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മതിലുകളെല്ലാം ഇല്ലാതാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച്
സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഒരുമിച്ച്, തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും പിന്നെ സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്ന ഒരുപക്ഷെ ഒരു സാക്ഷരതാ യജ്ഞത്തിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ നമ്മളെല്ലാം കൂടി ഒരുമിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തിയ ഒരു കൂട്ടായിട്ടുള്ള ഇടപെടലിൻ്റെ വിജയമാണിത്. 4 വർഷത്തോളം നീണ്ടൊരു പ്രക്രിയയാണ്. അത് ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ സാമ്പ്രദായികമായ രീതിയല്ല അവലംബിച്ചത്. ഇതൊക്കെ പലതവണ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരാളെയും വിട്ടുപോയില്ല എന്ന് ഉറപ്പാക്കാൻ സമൂഹത്തെ ആകെ പങ്കാളിയാക്കിക്കൊണ്ടാണ് നമ്മുടെ കണ്ണിൽ ഇതുവരെ പെടാതെ പോയ അതിദരിദ്രരെ, അദൃശ്യരാക്കപ്പെട്ട മനുഷ്യരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത്. പിന്നീട് മൈക്രോ പ്ലാൻ ആവിഷ്കരിച്ചു. ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാനാണ്. അത് കേരളം നൽകുന്ന ഒരു മാതൃകയാണത്, ഒരു പുതിയ മാതൃകയാണ്. ആ മൈക്രോ പ്ലാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകോപിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ നേതൃത്വം കൊടുത്ത് നടപ്പാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത്. വീടില്ലാത്തവർക്ക് വീട്, വീടും ഭൂമിയും ഇല്ലാത്തവർക്ക് ആദ്യം ഭൂമി പിന്നെ വീട്, രേഖകളെല്ലാം ഉറപ്പാക്കുക, വോട്ടർ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും, റേഷൻ കാർഡ് തുടങ്ങിയവ. ഉപജീവന മാർഗമില്ലാത്തവർക്ക് ഉപജീവന മാർഗത്തിന് പ്രത്യേകമായിട്ടുള്ള പദ്ധതി, ചികിത്സ ആവശ്യമുള്ളവർക്ക് അതിനുള്ള പദ്ധതി, ഭക്ഷണമില്ലാത്ത ആളുകളുണ്ട്, ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്തവരുണ്ട്, കിടപ്പ് രോഗിയൊക്കെ, അവർക്ക് പാകം ചെയ്ത ഭക്ഷണം മുടക്കമില്ലാതെ എത്തിച്ചു കൊടുക്കുക. കേരളത്തിൽ മാത്രമേ സാധ്യമാവൂ. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഭക്ഷണ സാമഗ്രികൾ തുടർച്ചയായിട്ട് ലഭ്യമാക്കുക. ജോലിയെടുക്കാൻ കഴിയുന്നവർക്ക് ജോലി, ഉപജീവന മാർഗം, അത് ചിലപ്പോൾ കച്ചവടമാവാം, അല്ലെങ്കിൽ തൊഴിലുറപ്പിൽ ജോലിയോ ഏതാണെങ്കിലും ഇത്ര സൂക്ഷ്മമായിട്ട് ഇടപെട്ടിട്ടാണിത് കൈവരിച്ചത്. പക്ഷേ ആദ്യത്തെ പ്രതികരണം കേരളത്തിൽ ഓർക്കുന്നുണ്ടാവും. നവംബർ 1 അതിദാരിദ്ര്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുന്നു പറഞ്ഞപ്പോൾ അതുവരെ ഉറങ്ങുകയായിരുന്നു കുറച്ച് പേർ ചാടി എഴുന്നേറ്റ്. ഇത് എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു എന്ന് ചോദിച്ച് നമ്മൾ കണ്ടു. അവർ അതിനെ ചോദ്യം ചെയ്യാനും പരിഹസിക്കാനും ഒക്കെ മുന്നോട്ട് വന്നു. പക്ഷേ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഇതിനെ ഒരു വലിയ മാതൃകയായിട്ട് വാഴ്ത്തി. ഇപ്പോൾ എക്കോണമിസ്റ്റിനെ പോലെ, ദ എക്കോണമിസ്റ്റ് എന്ന് പറയുന്ന വാരിക ലോകത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു മാധ്യമമാണല്ലോ. ലോകത്തെ ആഗോള രാഷ്ട്രീയ നേതൃത്വം, ബിസിനസ് നേതൃത്വം, അക്കാദമിക് സർക്കിളുകൾ ഒക്കെ ഏറ്റവും ആധികാരികമായിട്ട് എടുക്കുന്നതാണ്. അവരുടെ കവർ സ്റ്റോറി കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ ഞാനിപ്പോൾ ഓർക്കുന്നു, കേരള ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ് ചാമ്പ്യൻ എന്നാണ്. കേരള ക്യാൻ ടീച്ച് എ തിങ് ഓർ ടു അബൌട്ട് സോഷ്യൽ വെൽഫെയർ. കേരള ക്യാൻ ടീച്ച് ഇന്ത്യ എ തിങ് ഓർ ടു അബൌട്ട് സോഷ്യൽ വെൽഫെയർ. ഇതായിരുന്നു അവരുടെ കവർ സ്റ്റോറി. 240 വർഷത്തെ പഴക്കമുണ്ട് ലണ്ടൻ ടൈംസിന്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പത്രമാണ്. ലണ്ടൻ ടൈംസ് എഴുതിയത് കേരള, ഇന്ത്യൻ സ്റ്റേറ്റ് കേരള ബാനിഷസ് എക്സ്ട്രീം പോവർട്ടി ടു ദ പേജസ് ഓഫ് ഹിസ്റ്ററി എന്നാണ്. ഇന്ത്യൻ സംസ്ഥാനമായ കേരളം ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് അതിദാരിദ്ര്യത്തെ നാടുകടത്തി എന്നാണ്. മറ്റ് ഒട്ടേറെ ആഗോള മാധ്യമങ്ങൾ അപ്പോൾ ചിലർ പറഞ്ഞത് ഇത് PR ആണെന്നാണ്. നോക്കണേ, എക്കോണമിസ്റ്റിനും ലണ്ടൻ ടൈംസും ഒക്കെ കേരളത്തിൽ LDF സർക്കാരിന് PR നടത്തുന്നു എന്ന് പറയാൻ മാത്രമുള്ള അജ്ഞത, അല്ലെങ്കിൽ അത്രമാത്രമുള്ള അസംബന്ധം ഇവിടെ അരങ്ങേറി. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് പാർലമെൻറ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ആധികാരിക രേഖയാണ് എക്കണോമിക് സർവേ. ആ എക്കണോമിക് സർവേയിൽ പ്രത്യേകമായി ഒരു ബോക്സിൽ ദേശീയ മാതൃക എന്ന് പറഞ്ഞ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ ഉയർത്തിക്കാണിച്ചതോടുകൂടി പിന്നെ ഒരക്ഷരം ഇവരാരും വേണ്ടിയിട്ടില്ല. കേട്ടിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ്, BJPയുടെ പ്രസിഡന്റ്, സോ കോൾഡ് വിദഗ്ധർ, ഇവരാരെങ്കിലും പിന്നീട് ഒരു വാക്ക് അവർക്കടക്കം അഭിമാനിക്കാൻ കഴിയുന്ന പദ്ധതിയാണ്. അവർ കൂടി ഇതിൽ അഭിമാനിക്കേണ്ടതും അവർക്ക് കൂടി ഇത് ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ നേട്ടമാണ് എന്ന് പറയേണ്ടതിന് പകരം സങ്കുചിതത്വത്തിൻ്റെ അങ്ങേ അറ്റാണ്. കേരളത്തിൽ എന്ത് നല്ലത് നടന്നാലും അയ്യോ ചതിച്ചു എന്നൊരു മനോഭാവമാണ് ഇക്കൂട്ടർക്കുള്ളത്. കേരളം തുലഞ്ഞു എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. അതാണല്ലോ കുറച്ചു കാലം മുമ്പ് കേരളം ശ്രീലങ്കയാവുന്നു എന്ന് കൊട്ടിപ്പാടിയത്. കൊട്ടിപ്പാടി എന്തൊരു സന്തോഷത്തോടെ പറഞ്ഞത്, കേരളം ഇപ്പോൾ ശ്രീലങ്കയാവും, കേരളം തുലയും, കേരളം കടം കയറി മുടിയും. പക്ഷെ സംഭവിച്ചത് എന്താ? സംഭവിച്ചത് ശ്രീലങ്ക കേരളമായി. ശ്രീലങ്ക ചുവന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് വന്നു. അപ്പോഴോ കടം കയറിയ ശ്രീലങ്ക കരകയറി. അതാണുണ്ടായ മാറ്റം. കേരളമോ, കേരളം കടം കയറി മുടിയും, ശമ്പളം മുടങ്ങും, പെൻഷൻ മുടങ്ങും എന്ന് പ്രചരിപ്പിച്ചത് 1-ാം പേജായിരുന്നു കുറേ ദിവസം. പക്ഷെ എന്താ സംഭവിച്ചത് ശമ്പളവും പെൻഷനൊന്നും മുടങ്ങിയില്ല എന്ന് മാത്രമല്ല എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു.
അതിനു പുറമെ സ്ത്രീ സുരക്ഷാ പദ്ധതി പോലുള്ള പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷൻ ഒറ്റയടിക്ക് 400 രൂപ കൂട്ടി. ചിലർ കാത്തിരിക്കുകയായിരുന്നു കേരളം കടം കയറി മുടിയുന്നതും കുത്തുപാള എടുക്കുന്നതും ട്രഷറി പൂട്ടുന്നതും ഒക്കെ കാണാൻ. അതാണുണ്ടായ മാറ്റം. ഇപ്പോൾ മിനിസ്റ്റർ തദ്ദേശ വകുപ്പ് എന്ന നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങളെ വലിയ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്, അതിലൊരു വലിയ കോൺഫിഡൻസ് അർപ്പിച്ചുകൊണ്ട് എടുത്ത 2 റിസ്കുകളുണ്ട്. ഒന്ന് ഹരിതകർമ്മസേനയും ഒന്ന് നമ്മുടെ K-സ്മാർട്ടുമാണ്. അപ്പോൾ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് കേരളത്തിന് അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നൊന്നായിരുന്നില്ല. അന്നും ഇതേ ആക്ഷേപങ്ങൾ വന്നു, പക്ഷേ രണ്ടും വിപുലമായ വിജയമായി മാറി. അതിൻ്റെ ഒരു ചലഞ്ച് എന്തായിരുന്നു മിനിസ്റ്റർ? അത് ഏറ്റവും ചാരിതാർത്ഥവും സംതൃപ്തിയും നൽകുന്നതാണ് ഈ 2 കാര്യവും. ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, പ്രത്യേകിച്ച് K-സ്മാർട്ടിൻ്റെ കാര്യത്തിൽ നടക്കുന്ന കാര്യമാണ് എന്നായിരുന്നു ആദ്യത്തെ പ്രതികരണം പലരിൽ നിന്നും. IKMൻ്റെ ഇൻഫർമേഷൻ കേരള മിഷൻ്റെ ടീമുമായിട്ട് ഞാനിരുന്നു. അവർ പറഞ്ഞു, സാർ നമുക്കിത് ചെയ്യാം. അവരുടെ ആത്മവിശ്വാസത്തിനൊപ്പം നിൽക്കുകയാണ് ഞാൻ ചെയ്തത്. ഗവൺമെൻറ് അവരുടെ ആത്മവിശ്വാസത്തിന് ബലം പകർന്നു, മുമ്പിൽ നിന്നും നയിച്ചു, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും നൽകി. അവരാവശ്യപ്പെട്ട തീരുമാനങ്ങൾ യഥാസമയം എടുത്തു കൊടുത്തു. ഓരോ 15 ദിവസം കൂടുമ്പോഴും മന്ത്രി നേരിട്ട് റിവ്യൂ നടത്തി. എന്നാൽ അടുത്ത 15 ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യേണ്ട മൊഡ്യൂൾ ഏതൊക്കെയാണെന്നുള്ളത് ടാർഗറ്റ് നിശ്ചയിച്ചു. വിദഗ്ധരെ കുറച്ച് പേരെ പുറത്തു നിൽക്കേണ്ടവരെ എടുത്തു. ചടുലമായ ഭരണപരമായ തീരുമാനങ്ങളുണ്ടായി. അങ്ങനെ നിശ്ചിത സമയം കൊണ്ട് K-സ്മാർട്ട് സോഫ്റ്റ്വെയർ പൂർത്തിയാക്കി. അതാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ വർക്ക് കൾച്ചറിനെ തോൽപ്പിക്കുന്ന തരത്തിലായിരുന്നു IKM വർക്ക് ചെയ്തത്. നിശ്ചിത സമയം കൊണ്ട് പൂർത്തിയാക്കി. പക്ഷെ അപ്പോൾ IKMകാർക്കൊരു ആശങ്ക, നമ്മൾ ഒറ്റയടിക്ക് റോൾ ഔട്ട് ചെയ്യണം, അത് പൈലറ്റ് ചെയ്യണം എന്നുള്ളത്. ആദ്യം 1-2 തദ്ദേശ സ്ഥാപനങ്ങളിൽ പൈലറ്റ് ചെയ്യാം. അപ്പം ഞാനാണ് അവരോട് പറഞ്ഞത്, അത് പോരാ, നമുക്ക് മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും പൈലറ്റ് ചെയ്യാം. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും 93 സ്ഥലം, അത് ചെയ്യാം. പഞ്ചായത്ത് അടുത്ത ഘട്ടത്തിലാവാം. മുഴുവൻ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പൈലറ്റ് ചെയ്തപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ആശയക്കുഴപ്പമുണ്ട്, സ്വാഭാവികമല്ലേ. അതുവരെ ഇല്ലാത്ത ഒന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ട്രാൻസിഷൻ എപ്പോഴും എളുപ്പമില്ല. ആശയക്കുഴപ്പമുണ്ടായിരുന്നു. സ്ഥാപിത താല്പര്യക്കാർ ഇത് മുതലെടുത്ത് വലിയ പ്രചരണം വെച്ചിട്ടു. ട്രാൻസ്പെറൻസി ഇത് ആകെ അവതാളമാണ്, ഇത് ഡേറ്റ പോകും, പിന്നെ കാര്യങ്ങൾ നടക്കുന്നില്ല, അറിയില്ല, ഇത് തകരാറാണ്, ഇതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല, പഴയതായിരുന്നു നല്ലത്. മാമൂൽവാദികളുണ്ടല്ലോ. പിന്നെ പ്രചരണത്തിന് വേറെയും താല്പര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കോർപ്പറേഷനിൽ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണമെങ്കിൽ 6 തട്ടായിരുന്നു. ഓവർസിയർ, AE, AXC, സൂപ്രണ്ടിങ് എഞ്ചിനീയർ, പിന്നെ മറ്റേ സെക്രട്ടറി അറിയാമല്ലോ, നന്നായിട്ടറിയാമല്ലോ. തട്ടുകൾ പോയി. ഇപ്പോഴോ 3200 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ നിർമ്മിക്കുന്ന പരമാവധി വലിയ വീട് അതായിരിക്കുമല്ലോ. ആ കെട്ടിടത്തിൻ്റെ പ്ലാൻ ഓൺലൈനിൽ സമർപ്പിച്ചാൽ ചട്ടപ്രകാരമാണെങ്കിൽ 30 സെക്കൻഡിൽ വാട്സാപ്പിലോ മെയിലിലോ ഏതിലാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുകയാണ്. ചട്ടപ്രകാരം അല്ലെങ്കിൽ അപ്പോൾ തന്നെ റിജക്റ്റ് ആവും. ഇന്ന കാരണം കൊണ്ട് റിജക്റ്റ് ആയി എന്ന് മറുപടി കിട്ടും. അത് പരിഹരിച്ച് വീണ്ടും സമർപ്പിക്കാം. നേരിട്ട് പോകേണ്ട ആവശ്യമില്ല, നേരിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് ഉണ്ടാവും? തട്ടുകളില്ലാതാവുമ്പോൾ, ആളുകൾ മുന്നിൽ വരാതാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുള്ള അപൂർവം ചിലരുണ്ട്. അവർ ഈ പ്രചരണത്തിൻ്റെ വക്താക്കളായിട്ട് മാറി. മാധ്യമങ്ങളിൽ ചിലരെ സ്വാധീനിച്ചു. മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്ലാൻ ചെയ്തു. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിൽ റോഡൊക്കെ പൊളിച്ചിട്ടിരുന്നല്ലോ, സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട്. കുറച്ച് നീണ്ടുപോയി ആ പണികളൊക്കെ പൂർത്തിയാവാൻ. ഒരു ദിവസം ഞാൻ രാവിലെ പത്രം തുറന്നപ്പോൾ അന്തം വിട്ടുപോയി. തലക്കെട്ട് ഇതോ K-സ്മാർട്ട് എന്നാണ്. യഥാർത്ഥത്തിൽ K-സ്മാർട്ട് സോഫ്റ്റ്വെയർ ആണ്. അതും റോഡും തമ്മിലൊരു ബന്ധമില്ല. രണ്ടിനും സ്മാർട്ട് ഉണ്ടെന്നൊരു വാക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതും K-സ്മാർട്ടിൻ്റെ തലയിലായിരുന്നു. ഇങ്ങനെ വലിയ പ്രചരണമൊക്കെ നടത്തി. പക്ഷേ എതിർത്തവർക്കെല്ലാവർക്കും നിശബ്ദരാവേണ്ടി വന്നു. അവർക്ക് K-സ്മാർട്ടിനെ പ്രശംസിക്കേണ്ടിയും വന്നു. എന്തെല്ലാം ഉണ്ടായി ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ പറയുന്നില്ല. K-സ്മാർട്ടിനെ പ്രശംസിക്കേണ്ടിയും വന്നു. ഇപ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്ത്. കഴിഞ്ഞ ദിവസമാണ് കല്യാൺ സിൽക്സിൻ്റെ ഉടമ പട്ടാഭിരാമൻ്റെ ഒരു പ്രസംഗം വൈറലായത്. K-സ്മാർട്ടിനെ കുറിച്ച് പറഞ്ഞു. പണ്ട് ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു, കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു അനുമതി കിട്ടാനുള്ള കാലതാമസം. ഇപ്പോൾ ഒരു പ്രശ്നമില്ല, അപേക്ഷിച്ചാൽ ഉടൻ അനുമതിയാണ്. അത് വലിയ മാറ്റം ഉണ്ടാക്കി. കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളും അത് നടപ്പാക്കിയ ഓൺലൈൻ സേവനമാണ്. നമ്മൾ വാതിൽപ്പടി എന്നാണ് പ്രകടന പത്രികയിൽ കഴിഞ്ഞവണ പറഞ്ഞത്. വാതിൽപ്പടി സേവനം, അതും കഴിഞ്ഞ് ഇപ്പോൾ വിരൽത്തുമ്പിൽ സേവനമാക്കി. ലോകത്തെവിടെ ഇരുന്നും നേടാം. അതാണ് പ്രത്യേകത. ലോകത്ത് എവിടെ ഇരുന്ന് എൻ്റെ ഫോണിൽ അനേകം മെസ്സേജ് കിടക്കുന്നുണ്ട് പ്രവാസികളുടെ. UK ഖത്തറിലിരുന്ന് ഒക്കെ സ്വന്തം വീടിൻ്റെ ടാക്സ് മിനിറ്റുകൾ കൊണ്ട് അടച്ചവരുടെ. ലോകത്തെവിടെ ഇരുന്നും വിവാഹ രജിസ്ട്രേഷൻ നടത്താം.
അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഭർത്താവ് ഇരുന്ന് നാട്ടിലൊരു ഭാര്യ ഇരുന്ന് വിവാഹ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ കാനഡയിലും മാനന്തവാടിയിലിരുന്ന് വിവാഹ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. ദീപാവലി ദിവസം വിവാഹ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. കേസ്മാർട്ട് വന്ന് 1 കോടിയിലധികം ഫയലുകൾ തീർപ്പാക്കി. അപേക്ഷ കിട്ടി 1 മണിക്കൂറിനകം തീർപ്പാക്കിയത് 10 ലക്ഷം അപേക്ഷയാണ്. 10 ലക്ഷം അപേക്ഷയാണ്. അപ്പോൾ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് വന്നത്. ഇപ്പം നേരിട്ട് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലൊക്കെ പോകുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഞാൻ പറയുന്നു 2 കൊല്ലം കൂടി കഴിയുമ്പോൾ ഒരാളും പോവില്ല. ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്നറിയോ? അവിടെ പോകാതിരിക്കുക എന്ന് മാത്രമല്ല, അടുത്ത ലക്ഷ്യം അപേക്ഷ തന്നെ കൊടുക്കണ്ട. മുൻകൂട്ടി സിസ്റ്റം ഓരോരുത്തരുടെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ സേവനം അങ്ങോട്ട് എത്തിക്കുന്ന പ്രൊഡിക്റ്റീവ് ഗവേണൻസ് എന്നതാണ്. ഫയലിൽ നിന്ന് നമ്മൾ ഡേറ്റയിലേക്ക് മാറി. ഫയൽ അധിഷ്ഠിത ഗവേണൻസിൽ നിന്ന് ഡേറ്റ അധിഷ്ഠിതമായി. അടുത്തത് പ്രൊഡിക്റ്റീവ് ഗവേണൻസ് ആണ്. അതായത് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് കോളേജിൽ ചേരണമെങ്കിൽ, +2 ചേരണമെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് വേണമല്ലോ, അത് അങ്ങോട്ടെത്തും. ആ നിലയിലുള്ള ഒരു മാറ്റം അത് അസാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പം അതാണ് കേസ്മാർട്ടിൻ്റെ വിജയം. ഇപ്പോൾ എക്സൈസ് വകുപ്പും അങ്ങ് കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതിലും ഈ പറഞ്ഞ പോലെ ഇപ്പം മിനിസ്റ്റർ, എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത് ഒരു റിസ്കി മിനിസ്റ്ററാണ്. എല്ലാ റിസ്കിലും മിനിസ്റ്റർ ചാടാറുണ്ട്, എന്നിട്ട് അത് വിജയകരമായി കൊണ്ടുവരാറുണ്ട്. നമുക്കാദ്യം ഒരു ഭയം തോന്നും. എക്സൈസ് വകുപ്പിൽ തന്നെ ഇപ്പോൾ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു നമുക്കത് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ആളുകളടക്കം ഇതിൻ്റെ അടിമയാണ് എന്ന് പുറത്തു വന്നേക്കാം. അത്തരം പ്രശ്നങ്ങളുണ്ട്. അത് കൈകാര്യം ചെയ്യലൊരു ബുദ്ധിമുട്ടല്ലേ? 2 കാര്യങ്ങൾ അതിൽ. ഒന്ന്, എനിക്ക് എക്സൈസ് ചുമതലയെടുത്ത സമയത്ത് എന്നെ സ്നേഹബുദ്ധിയായി ഉപദേശിച്ച ആൾ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം പറഞ്ഞു, കഴിയുമെങ്കിൽ ഇത് ഒഴിവാക്കണം, രാജേഷിന്റെ സ്വഭാവത്തിനും പ്രകൃതത്തിനും ചേരുന്നതല്ല. സ്നേഹബുദ്ധി അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഒരു വളരെ അപകടം പിടിച്ച വകുപ്പാണ്. നിയമസഭയിലും അദ്ദേഹം ഇത് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് നിയമസഭയിൽ മറുപടി പറഞ്ഞു, അങ്ങനെ സ്നേഹത്തോട് ഉപദേശിച്ചു. പക്ഷെ അങ്ങയുടെ സഹപ്രവർത്തകനായിരുന്ന ഒരാളുണ്ടല്ലോ, അതിന് മുമ്പത്തെ എക്സൈസ് മന്ത്രി, അദ്ദേഹത്തെ നീ ഉപദേശം കൊടുത്തതുമില്ല. എനിക്ക് ആശങ്കയില്ല, കാരണം നിങ്ങളല്ല ഞങ്ങൾ. ആ വ്യത്യാസമാണ്. എക്സൈസിൽ എല്ലാ കാര്യങ്ങളും സുതാര്യമാണ്. വിവേചനാധികാരം എന്നൊന്ന് പ്രയോഗിച്ചിട്ടേ ഇല്ല മന്ത്രി. മാനദണ്ഡമുണ്ട്, നയമുണ്ട്. ആദ്യം നയപ്രകാരമുള്ള മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡപ്രകാരമേ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളൂ. അതല്ലാതെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല ആശങ്കപ്പെട്ടതുപോലെ മറ്റ് പല എക്സൈസ് മന്ത്രിമാർക്ക് UDFൻ്റെ കാലത്ത്, LDFൽ ഉണ്ടായിട്ടില്ല, UDF കാലത്ത് എക്സൈസ് മന്ത്രിമാർക്കൊക്കെ നേരിടേണ്ടി വന്നതുപോലെ ഒരു ആക്ഷേപവും നേരിടാതെ ഈ കാലാവധി പൂർത്തിയാക്കാൻ കഴിയുന്നു. എനിക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം അതാണ്. ഈ സർക്കാരിനും, എക്സൈസ് മാത്രമല്ല, ഈ സർക്കാരിലൊരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം പോലും അസംബ്ലിയിൽ എഴുതി കൊടുത്ത് ഉന്നയിക്കാനായിട്ടില്ലല്ലോ. അപ്പോൾ അത് ഈ സർക്കാരിൻ്റെ തന്നെ ഏറ്റവും വലിയ തിളക്കം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ മയക്കുമരുന്നിൻ്റെ കാര്യം, വളരെ തെറ്റായൊരു പ്രചരണം. കേരളത്തെ ഇകഴ്ത്താൻ പല നിലയിൽ കേരള സ്റ്റോറി സിനിമയുണ്ടല്ലോ, അതേ തരത്തിലുള്ള പ്രചരണം മറ്റു മേഖലയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം ആകെ കുഴപ്പം പിടിച്ച സ്ഥലമാണ്. അതിന് കേരളത്തിലെ പ്രതിപക്ഷവും കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ടാണ് വലിയ ഹോർഡിങ്ങുകൾ വെച്ചിരിക്കുകയാണ്, കേരളം മയക്കുമരുന്നിൻ്റെ തലസ്ഥാനം. കേരള സ്റ്റോറി എങ്ങനെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നു, അതുപോലെയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇത് പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ ഒരു പഠനമുണ്ട്, സബ്സ്റ്റൻസ് അബ്യൂസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആധികാരികമായ പഠനം. അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലൊന്നും കേരളമില്ല. പക്ഷെ പ്രചരണം തിരിച്ചാ. എന്താണ് ഈ പ്രചരണത്തിന് ഒരു ആയുധമാക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസെടുക്കുന്നത് കേരളത്തിലാണ്. നമ്മുടെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ മികവാണ്. ചെറിയ ക്വാണ്ടിറ്റി കൈവശം വെച്ചാൽ കേസാണ്. മറ്റുള്ളിടത്ത് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. 2, ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് കേരളത്തിലാണ്. അത് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ മികവാണ്. കേരളത്തിലെ ശിക്ഷാ നിരക്ക് എത്ര മയക്കുമരുന്ന് കേസിൽ? 98.5 എന്ന് പറഞ്ഞാൽ 100 പേരെ അറസ്റ്റ് ചെയ്താൽ 99 പേരും ജയിലിലാവും, ശിക്ഷിക്കപ്പെടും. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ എത്ര? 25. അതിനർത്ഥം അവിടെ 100 പേരെ അറസ്റ്റ് ചെയ്ത് 75 ആൾ ഊരിപ്പോകുന്നുള്ള. ആ തെലങ്കാനയിലാണ് ഇൻഡസ്ട്രിയൽ പാർക്കിൽ ഒരു ശതകോടീശ്വരൻ ഒരു ഫാക്ടറി ഇട്ട് രാസലഹരി ഉൽപ്പാദിപ്പിച്ച് രാജ്യം മുഴുവൻ വിതരണം ചെയ്തത്. പിടിച്ചത് കേരളത്തിലെ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് പോയിട്ടാണ്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ തലസ്ഥാനത്ത് ഹൈദരാബാദിൽ ഇൻഡസ്ട്രിയൽ പാർക്കിൽ രാസലഹരി നിർമ്മാണം നടത്തുന്ന ശതകോടീശ്വരൻ ഇപ്പം ജയിലില്ല. തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം പോയി
അന്വേഷിച്ച് അങ്ങേയറ്റം എത്തിയപ്പോൾ ഈ ശതകോടീശ്വരന സിനിമാ നിർമ്മാതാവൊക്കെ അകത്താണ്. അവരെല്ലാം പിടിച്ചത് നമ്മളാണ്. അൻഡമാനിൽ ഈ നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം പോയത് അൻഡമാൻ ഇതിൻ്റെ പ്രധാന ഹബ്ബാണെന്ന് കണ്ടെത്തിയത് കേരള എക്സൈസാണ്. അവർക്കന്ന് പോകാൻ ഞാൻ ഫോണിലാണ് അനുമതി കൊടുത്ത്. ഫയൽ വരാൻ കാത്തു നിൽക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പോയിട്ട് ബാക്കി റാറ്റിഫൈ ചെയ്യാം എന്ന് പറഞ്ഞു. ഗുർഗാവിൽ പോയിട്ട്, ഗുർഗാവ് രാജ്യ തലസ്ഥാനത്തിനടുത്ത ആഫ്രിക്കൻ പൗരന്മാരുടെ നേതൃത്വത്തിൽ ഇൻഡസ്ട്രിയൽ പാർക്കിലുണ്ടായിരുന്ന പ്ലാന്റ് കണ്ടെത്തി പൊളിച്ചത് നമ്മുടെ പോലീസാണ്. നൈജീരിയ എന്നൊരു പ്രതിയെ, ഡൽഹിയിൽ അതിവിദഗ്ധമായ നൈജീരിയക്കാരനായ പ്രതിയെ വിളിച്ചു വരുത്തി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് വയനാട് എക്സൈസാണ്. ഇത്രയും വലിയ മികച്ച പ്രവർത്തനം നമ്മൾ നടത്തിയത്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എക്സൈസിൻ്റെ ഓപ്പറേഷൻ, പോലീസിൻ്റെ ഓപ്പറേഷൻ ബ്ലാക്ക് ഹണ്ട്, ഇത് രണ്ടും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയെ നേരിട്ടതാണ്. അപ്പോൾ അതോടുകൂടി വലിയ മാറ്റം വന്നല്ലോ. അപ്പോൾ മിനിസ്റ്റർ, അതുപോലെ ഇപ്പം ഞാൻ മിനിസ്റ്റർ വകുപ്പുകളിലേക്കൊന്ന് ഓടിപ്പോവായിരുന്നു. ദീർഘകാലം MP ആയിരുന്ന ഒരാളാണ്. ഇപ്പോൾ പാർലമെൻ്ററി അഫയേഴ്സ് കൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങേക്ക് ഈ നിയമനിർമ്മാണ സഭകളിലെ അനുഭവം വലുതാണ്. കേരളത്തിലെ നിയമസഭയിൽ നിന്നുകൊണ്ടും പാർലമെൻറ്റിൽ നിന്നുകൊണ്ടും ഇപ്പോഴും അങ്ങ് പാർലമെൻറ്റിലെ ചർച്ചാ രീതിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇവിടെ അങ്ങ് ചർച്ചയ്ക്ക് ആവശ്യപ്പെടുമ്പോൾ പോലും പ്രതിപക്ഷം തയ്യാറാകാതെ ഇറങ്ങിപ്പോവാണ്. അവിടെ പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോഴും ചർച്ച നടക്കാത്ത സ്ഥിതിയുണ്ട്. ഇതിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് അങ്ങേക്കുള്ള ഞാൻ 10 കൊല്ലം MP ആയിരുന്നു. അതെ, 10 കൊല്ലത്തെ അനുഭവം. ഒറ്റ അടിയന്തര പ്രമേയം പോലും പ്രതിപക്ഷത്തിൻ്റെ ചർച്ചയ്ക്കെടുത്തിട്ടില്ല. സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്തിട്ടില്ല 10 വർഷത്തിനിടയിൽ. അതാണ് പാർലമെൻറ്റിൽ. അത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തും മോദി സർക്കാരിൻ്റെ കാലത്തും. ഈ കഴിഞ്ഞ 5 വർഷം ഞാൻ MP അല്ലാതായ ഒരു ടൈം കഴിഞ്ഞല്ലോ. ഇപ്പോൾ 2ാം മോദി സർക്കാരിൻ്റെ കാലത്തും ഇത് തന്നെയാണ്. 3ാം മോദി സർക്കാരിൻ്റെ കാലത്തും ഇതാണ്. ഇവിടെ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്, അതിന് മുമ്പ് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അതുവരെ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തത്. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ റെക്കോർഡും പേരിച്ച് എനിക്കൊന്ന് 17 18 തവണ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ഈ ഗവൺമെൻറ് തയ്യാറായി. അതാണ് കേരളത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യേണ്ടതെന്ന് 1 മണിക്കൂർ ചർച്ച ചെയ്യും. സഭ നിർത്തിവെക്കണോ വേണ്ടതെന്നുള്ളത് 1 മണിക്കൂർ ചർച്ച ചെയ്യും. അതെല്ലാ ദിവസവും ഉണ്ട്. പാർലമെൻറ്റിൽ അങ്ങനെയല്ല. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ സ്പീക്കർ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കും തള്ളിയിരിക്കുന്നു. ഒരു ചർച്ചയില്ല. ഇവിടെയോ സഭ നിർത്തിവെക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ച 1 മണിക്കൂർ എന്തായാലും ഉണ്ട്. ഇനി നിർത്തിവെച്ച പിന്നെ 2 മണിക്കൂറും കൂടി ഉണ്ട്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ എത്ര ജനാധിപത്യപരമാണ് കേരളത്തിലെ നിയമസഭ എന്നുള്ളതും ഗവൺമെൻറ് എന്തൊരു ആത്മവിശ്വാസമുള്ള ഗവൺമെൻറ്റാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടി ചേർത്ത് വായിക്കണം. അവസാനം അടിയന്തര പ്രമേയം കൊണ്ടുവരാതായി പ്രതിപക്ഷം. ഈ കഴിഞ്ഞ അവസാന നിയമസഭാ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് മുൾമുനയിൽ നിർത്തേണ്ട നിയമസഭാ സമ്മേളനമാണല്ലോ, അവസാന സമ്മേളനമാണ്. അതിനുള്ള ഏറ്റവും വലിയ ആയുധം എന്താ? അടിയന്തര പ്രമേയമാണ്. ഒറ്റ അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. ഭയമാണ് അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ. കാരണം അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്ത് ഇറങ്ങി ഓടാൻ പറ്റില്ല. ഏത് അടിയന്തര പ്രമേയവും ചർച്ച ചെയ്യാൻ തയ്യാറുള്ളൊരു ഗവൺമെൻറ്, അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ധൈര്യമില്ലാത്തൊരു പ്രതിപക്ഷം, ഒരു അഴിമതി ആരോപണം പോലും മന്ത്രിമാർക്കാർക്കുമെതിരെ നിയമസഭയിൽ ഉന്നയിക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷം, ചരിത്രത്തിൽ ആദ്യമായ ഒരു അവിശ്വാസ പ്രമേയം പോലും, അവിശ്വാസ പ്രമേയം പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാണ്. ആദ്യമായിട്ടാണ് ഒരു അവിശ്വാസ പ്രമേയം പോലും അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ സർക്കാരിനെ കീറി മുറിക്കാനുള്ള അവസരമാണ് അവിശ്വാസ പ്രമേയം എന്നത്. ഏത് പ്രതിപക്ഷവും അവസാന വർഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തയ്യാറായില്ല. അതിന് പറഞ്ഞ മറുപടി ഓർക്കുന്നുണ്ടല്ലോ കെ ബാബു പറഞ്ഞത്. എന്നിട്ട് വേണം മുഖ്യമന്ത്രി 2 മണിക്കൂർ പ്രസംഗിക്കാൻ. കാരണം അത്രയും പ്രസംഗിക്കാനുള്ള വകയുണ്ട് ഈ സർക്കാരിന്. അത് മുഴുവൻ ജനങ്ങളറിയും സർക്കാർ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അതിന് ആത്മവിശ്വാസമില്ല. പിന്നെ കോടതിയിൽ പോയിട്ട് ഇതുമാതിരി തിരിച്ചടി നേരിട്ടൊരു പ്രതിപക്ഷമുണ്ട്. കിട്ടിയതും എല്ലാം വെച്ച് കോടതിയിലേക്ക് ഓടുകയായിരുന്നു. കോടതിയിലേക്ക് ഓടും, മുഖമുടച്ചൊരു അടിയും കിട്ടിയിട്ട് തിരിച്ച് മുഖം തുറച്ച് തിരിച്ചു വരും. ഇതായിരുന്നില്ലേ പ്രതിപക്ഷം ഈ 5 കൊല്ലത്തെ? എൻ്റെ കയ്യിലൊരു പട്ടികയുണ്ട്. 25 26 കേസുകളിലാണ് കോടതി പോയിട്ട് തോറ്റു വന്നത് പ്രതിപക്ഷം. ഏറ്റവും ഒടുവിലത്തെ അനുഭവം ഞാൻ പറയാം. അതിന് പ്രതിപക്ഷത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട്. അത് നമ്മുടെ സന്ദേശം DA സന്ദേശം അയച്ചതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് പോയത്. അവസാനം അവർ കാണിച്ചു തന്നു. എന്താണ്? കോടതി തന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഇത് സൽഭരണത്തിന്റെ ഭാഗമാണ് എന്ന സർട്ടിഫിക്കറ്റ് നാട്ടുകാർക്ക് മുഴുവൻ കാണിച്ചു കൊടുത്തു. അത് കോടതിയല്ലല്ലോ പറയേണ്ടതെന്നാണ് ഇപ്പൊ പറയുന്നത്. അത് കോടതി ഏകപക്ഷീയമായി പറഞ്ഞതല്ലല്ലോ, കോടതിയെ കൊണ്ട് ഇവർ പറയിപ്പിച്ചതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലൊരു പ്രതിപക്ഷത്തെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ഈ പ്രതിപക്ഷത്തോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും. തുടർന്നും അങ്ങനെ തന്നെ അതെ ഇനിയും കോടതിയിൽ പോകണം. അതാണ് എനിക്ക് അതെന്താ കാണിക്കുന്നതെന്നറിയോ? ഒന്ന്, പ്രതിപക്ഷം ഫ്രസ്ട്രേറ്റഡ് ആണ്.
ഒരു കഥയുമില്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാം. അതുപോലെ കോടതി പോയാൽ നിൽക്കില്ല. അതാണ് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാം. ഇപ്പോൾ അവരതാണ് കുറച്ചു കാലം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കോടതി പോയതോടുകൂടി എല്ലാം പൊളിയാൻ തുടങ്ങി. മാധ്യമങ്ങളിൽ എന്ത് കള്ളക്കഥകളും പ്രചരിപ്പിക്കാം, അപവാദങ്ങൾ പ്രചരിപ്പിക്കാം. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കില്ലല്ലോ. സ്പ്രിംഗ്ലർ ഓർക്കുന്നില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു ഡേറ്റാ ചോർച്ച, സംഭ്രമജനകമായ തലക്കെട്ടുകൾ അല്ലേ. ഇപ്പോൾ സ്പ്രിംഗ്ലറിൻ്റെ വിധി വന്നപ്പോൾ ആ വിധി ജനങ്ങളാരെങ്കിലും അറിഞ്ഞോ? മുക്കിയില്ലേ? അപ്പോൾ എന്തെല്ലാം തിരിച്ചടികളാണ് ഈ പ്രതിപക്ഷത്തിന് നേരിട്ട്. സാധാരണ സർക്കാരിനാണ് തിരിച്ചടി നേരിടേണ്ടത്, ഇവിടെ പ്രതിപക്ഷത്തിനാണ്. നവകേരള ഒറ്റ സുപ്രീം കോടതി വരെ പോയില്ലേ? അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് ഇനി അതാണ് ആ ഒറ്റ എന്താ പറയുക പിടിവള്ളിയിലാണ് പ്രതിപക്ഷം. ഇതൊന്നും ഏത് കോടതി പറഞ്ഞാലും മാധ്യമങ്ങൾ നാട്ടുകാരെ അറിയിക്കാതെ പ്രതിപക്ഷത്തെ കാത്തുകൊള്ളും എന്നതാണ്. ഇങ്ങനെ കാത്തുകൊള്ളണേ എന്നാണ് മാധ്യമങ്ങളോട് പ്രതിപക്ഷം നിരന്തരം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെ പരാജയം ഏറ്റുവാങ്ങാൻ ഇനിയും പ്രതിപക്ഷം മറ്റേ സിനിമയിൽ മമ്മൂട്ടി പറയുന്നില്ലേ, അതെ, ഇനിയും പ്രതിപക്ഷം ബാക്കി ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മിനിസ്റ്റർ ഇപ്പോൾ സ്പീക്കറായിരുന്നു കുറച്ച് കാലഘട്ടത്തിൽ. അപ്പോൾ ഈ സ്പീക്കറിൽ നിന്ന് മന്ത്രിയായപ്പോൾ ഒരു ആശ്വാസം തോന്നിയോ? ഇനി 2 വർത്താനം പറയാം, സ്പീക്കറാകുമ്പോൾ ഇടപെടലിന് പരിമിതിയുണ്ടല്ലോ. അല്ല, ഞാൻ ഏത് ചുമതലയാണോ ഏൽപ്പിക്കുന്നത് ആ ചുമതലയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇതൊന്നും വ്യക്തിപരമല്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലയാണ്. അത് സംഘടനാ ചുമതലയാണെങ്കിൽ സംഘടനാ ചുമതല, സ്പീക്കറാണെങ്കിൽ സ്പീക്കർ. ശരിയാണ്, സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നിരുന്ന രാഷ്ട്രീയ സംവാദങ്ങളുടെ മുൻനിരയിൽ നിന്ന് എനിക്ക് സ്പീക്കറാവുന്ന ഘട്ടത്തിലൊരു ഇതെങ്ങനെയായിരിക്കും പ്രതിപക്ഷം എടുക്കുക, എനിക്ക് തന്നെ എത്രത്തോളം മാറാൻ പറ്റും എന്നൊക്കെയുള്ള കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നും അദ്ദേഹം ഇപ്പുറത്തായിരുന്നെങ്കിൽ കിട്ടിയേനെ 2 ഞങ്ങൾക്ക് തോന്നുന്നു. അതെ, അപ്പോൾ എനിക്ക് തന്നെ ഇത് എങ്ങനെ ഈ മാറ്റം ഉൾക്കൊള്ളാനാവുന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അതിവേഗത്തിൽ ആ മാറ്റം ഞാൻ ഉൾക്കൊണ്ടു. പിന്നെ ആ ചുമതലയ്ക്കനുസരിച്ചാണ് പ്രവർത്തിച്ചത്. അതിനോട് നീതി പുലർത്തിയിട്ടാണ്, അങ്ങേയറ്റ നീതിയുക്തമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രതിപക്ഷത്തിനും ആക്ഷേപമൊന്നും അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞു, വേറൊരു ചുമതല വന്നു. പിന്നെ ആ ചുമതലയോടാണ് നീതി പുലർത്തേണ്ടത്. അപ്പം നമുക്ക് വരുന്ന ഏൽപ്പിക്കപ്പെടുന്ന ചുമതലകൾ എന്താണോ ആ ചുമതലകൾ ഭംഗിയായിട്ട് നിറവേറ്റുക എന്നതാണ് പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ അതിന് എന്നെ പ്രാപ്തനാക്കുന്നത് എൻ്റെ രാഷ്ട്രീയമാണ്. കാരണം ഒരു ചുമതലയും ഒരു പദവിയല്ല, ചുമതലയാണ്. ഓരോ ചുമതലയും രാഷ്ട്രീയമായിട്ടാണ് നിറവേറ്റുന്നത്. സ്പീക്കറുടെ പദവിയും രാഷ്ട്രീയമായിട്ടാണ്. കാരണം സ്പീക്കർ പദവി രാഷ്ട്രീയമായിട്ട് നിറവേറ്റുക എന്ന് പറഞ്ഞാൽ സഭയുടെ അന്തസ്സ്, ഭരണഘടനാ മൂല്യങ്ങൾ, നടപടിക്രമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് അവിടുത്തെ രാഷ്ട്രീയ കടമ. എൻ്റെ ഏകപക്ഷീയമാവുക എന്നുള്ളതല്ല. ആ രാഷ്ട്രീയ കടമയാണ് അവിടെ നിറവേറ്റിയിട്ടുള്ളത്. അപ്പം അങ്ങനെ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടില്ല. ശരിയാണ്, എനിക്ക് കുറച്ചുകൂടി ചേരുന്നത് ഒരു പക്ഷേ താഴെ ഇരിക്കുമ്പോഴായിരിക്കും. മിനിസ്റ്റർ, അതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഈ റിസ്ക്കും ചലഞ്ചസും എല്ലാം എടുത്തു. തൃത്താല മണ്ഡലത്തിൽ മിനിസ്റ്റർക്ക് ജനങ്ങളെ സംതൃപ്തരാക്കാൻ കഴിഞ്ഞു എന്ന് മിനിസ്റ്റർക്ക് സ്വയം സംതൃപ്തി തോന്നിയ? പൂർണ്ണമായും അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യവും അഭിമാനവും സംതൃപ്തിയുമുണ്ട്. ഞാൻ 5 കൊല്ലം കൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് തൃത്താലയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 5 വർഷം കൊണ്ട് 1152.5 കോടി രൂപയുടെ 577 വികസന പദ്ധതികൾ തൃത്താലയിൽ നടപ്പാക്കിയത് വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ഒരു അതെ, ഞാൻ പറയും അതിനേക്കാൾ അപ്പുറം ഒരു വിദ്യാർത്ഥി സ്വന്തം രക്ഷിതാക്കളുടെ മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ടുമായി കൊണ്ടുചെല്ലുന്നത് പോലെ ഞാൻ ജനങ്ങളുടെ വിലയിരുത്തലിനായിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ. വെറും അവകാശവാദമല്ല, വാഗ്ദാനങ്ങളുടെ പട്ടികയുമല്ല, വാഗ്ദാനങ്ങൾ നിറവേറ്റിയതിൻ്റെ സചിത്രമായിട്ടുള്ള വിവരങ്ങളുള്ളതാണ്, കണക്കുകളുള്ള ആധികാരികമായിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അപ്പോൾ ചിത്രങ്ങൾ, കണക്കുകൾ, ഡേറ്റ ഒക്കെയുള്ള ഒന്നാണ്. അതിൽ ആളുകൾ പ്രധാനമായി പോയിന്റ് ഔട്ട് ചെയ്ത് ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ചോദിച്ചാൽ? അങ്ങനെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട്. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടായ വലിയ മാറ്റം. തൃത്താലയിൽ നിന്ന് ആദ്യമായിട്ട് മന്ത്രിയായ ആളല്ല ഞാൻ. തൃത്താലയിൽ നിന്ന് 3 UDF മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. വെള്ളയിച്ചർ, പ്രഗത്ഭനായ KK ബാലകൃഷ്ണൻ, അതിനേക്കാൾ പ്രഗത്ഭനായിരുന്ന K ശങ്കരനാരായണൻ, ഇവരെല്ലാം മന്ത്രിമാരായിരുന്നു. എന്നിട്ടും ഒരു മാറ്റവും വരാത്ത അവികസിതമായ ഒരു ഗ്രാമീണ മണ്ഡലമായിരുന്നു 2021 വരെ തൃത്താല. 10 കൊല്ലം തുടർച്ചയായി UDF MLA. എന്നിട്ടും UDF തന്നെയായിരുന്നു. അതെ, 10 കൊല്ലം തുടർച്ചയായിട്ട് UDFന്റെ MLA
ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് 2021 ഞാൻ വരുന്നത്. അതിൽ 5 കൊല്ലം UDF ഭരണം കേരളത്തിലുണ്ടായിരുന്നു. ഒരു മാറ്റവും തൃത്താലയിൽ ഉണ്ടായില്ല. എന്നാൽ ഈ 5 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റം നോക്കൂ, 125 കോടിയുടെ ഒരു പാലം ഒരു സർക്കാരിൻ്റെ കാലത്ത് അനുമതി കിട്ടി, അതേ സർക്കാർ തറക്കല്ലിട്ട് അതേ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയായൊരു അനുഭവം അപൂർവം എന്നല്ല, ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സാധാരണ ഒരു പാലവും തറക്കല്ലിട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ഉണ്ടാവാറില്ല, അല്ല, അത് നീണ്ടുപോകും. ഇവിടെ 3 വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയായത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ആൾക്കൂട്ടത്തിൻ്റെ വലിയ തിരക്കിനിടയിൽ നിന്നൊരു കൈ എൻ്റെ നേരെ വന്നു, എത്തിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ മണികണ്ഠനാണ്, ഞാൻ ഈ പുഴയിൽ മുങ്ങി മരിക്കേണ്ട ഒരാളായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് തോണിയിൽ പെട്ടിട്ട്, ഇനി ആ സ്ഥിതി ഉണ്ടാവില്ല, അതിൻ്റെ സന്തോഷവും നന്ദിയും പറയാനാണ്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കയ്യെത്തിപ്പിടിച്ചാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞ് താഴെ മണൽപ്പരപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ 10-22 വയസ്സുള്ളൊരു ഒരു കുട്ടി ഒന്നിനോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനപ്പുറത്താണ് ജോലി, ഇപ്പോൾ എപ്പോഴും ഈ വഞ്ചിയിലാണ് പോയിക്കൊണ്ടിരുന്നത്, മഴക്കാലത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇനി അത് വേണ്ടല്ലോ, വലിയ സന്തോഷമുണ്ട്. ഇതിനേക്കാൾ സംതൃപ്തി നൽകുന്ന ഏത് കാര്യമാണുള്ളത്? കൂട്ടക്കടവ് റെഗുലേറ്റർ 2018 പ്രളയത്തിൽ തകർന്ന് ഉപേക്ഷിച്ച സാധനമാണ്, 21 പുനരുജ്ജീവിപ്പിച്ചെടുത്ത് ഇപ്പോൾ പൂർത്തിയായി. ഞാൻ SFI ആയിരുന്ന കാലം മുതലും അതിനു മുമ്പും സ്ഥിരമായി പ്രമേയം പാസ്സാക്കിക്കൊണ്ടിരുന്നതാണ് തൃത്താലയിൽ ഒരു ITI വേണം എന്ന്. ഞങ്ങൾക്ക് മുമ്പും ഇത് പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഞാൻ പത്രം വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ വായിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറിക്ക് ഞാൻ തന്നെ പ്രമേയം എഴുതിയിട്ടുണ്ട്. അവസാനം കഴിഞ്ഞ വർഷം 4 ITI കേരളത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ തൃത്താലയിൽ വന്ന് ക്ലാസ് തുടങ്ങി. നഴ്സിംഗ് കോളേജ് തൃത്താലക്കാർ സ്വപ്നം പോലും കണ്ടിട്ടില്ല, അതും യാഥാർത്ഥ്യമായി. അതിനു പുറമെ നമ്മുടെ തൃത്താലയിലെ ഗവൺമെൻറ് ആശുപത്രി 1937 സ്ഥാപിച്ചതാണ്, അന്നുണ്ടാക്കിയ കെട്ടിടമായിരുന്നു. 12.5 കോടിയുടെ പുതിയ ഗംഭീരമായ കെട്ടിടം കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കരുണപ്പുറയിൽ വലിയ വിശാലമായ സ്റ്റേഡിയം, ഓപ്പൺ ജിംനേഷ്യം, ഗാലറി എല്ലാം. ചാലിശ്ശേരി സ്കൂളിലെ ഗ്രൗണ്ടിന് ഗാലറി ഉണ്ടാക്കി കൊടുത്തു. ഒരു സ്പോർട്സ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം തൃത്താലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനു പുറമെ റോഡുകളുടെ സ്ഥിതിയായിരുന്നു ഏറ്റവും പരിതാപകരമായിരുന്നു റോഡുകളുടെ സ്ഥിതി. 5 കൊല്ലം മുമ്പ് പൈതൃകമായിട്ട് എനിക്ക് കൈമാറി കിട്ടിയത് തകർന്ന് തരിപ്പണമായ റോഡുകളാണ്. ഇന്ന് തൃത്താലയിൽ പോയി നോക്കിയാൽ UDF സ്ഥാനാർത്ഥിക്ക് മനോഹരമായ റോഡുകളിലൂടെ റോഡ് ഷോ നടത്താം. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ആ റോഡ് ഷോയുടെ ഈ ഡ്രോൺ ദൃശ്യങ്ങൾ പകർത്തിയിട്ടിടണം. അതെനിക്ക് കൂടി ഒരു PR ആയിരിക്കും, എനിക്ക് കൂടി ഒരു PR ആയിരിക്കുന്നതാണ്. എല്ലാ റോഡുകളിലും ഇപ്പോൾ 29 PWD റോഡിന് ഫണ്ട് വെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാലത്തെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞോ. ഒരു റോഡ് അവിടെ മര്യാദയ്ക്ക് നടക്കാവുന്നുണ്ടായിരുന്നില്ല. 15 റോഡിൻ്റെ പണി പൂർത്തിയാക്കി, ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ മേൽപ്പാലം, സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം 50 കൊല്ലത്തെ ആവശ്യമാണ്, 50 കൊല്ലത്തെ ആവശ്യം. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി, മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചു. ഇപ്പം മിനിസ്റ്റർ SFI ആയിരുന്നപ്പോൾ പ്രമേയം പാസ് അവതരിപ്പിച്ച കാര്യം സൂചിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ, മന്ത്രിയോടല്ല ഈ ചോദ്യം, ശ്രീ MP രാജേഷിനോടാണ്. അങ്ങ് ദീർഘകാലം സംഘടനാ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയം ഇല്ലായികയൊന്നുമില്ല, അവർക്ക് അവരുടേതായ രാഷ്ട്രീയ അഭിപ്രായമുണ്ട്. പക്ഷെ സംഘടനാ പ്രവർത്തനം എന്നത് അവരെ സംബന്ധിച്ച് അതൊരു കൂട്ടം ആൾക്കാർ ചെയ്യേണ്ടതാണ്, നമ്മുടേതല്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സംഘടനാ പ്രവർത്തനം പരുവപ്പെടുത്തുന്നത് എന്ന് അങ്ങേക്ക് തോന്നി? ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു MP രാജേഷ്, അതുപോലെ പലരും ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എൻ്റെ മുമ്പ് SFI സെക്രട്ടറി ആയിരുന്നു P രാജീവ്, അതിനു മുമ്പ് സെക്രട്ടറി ആയിരുന്നു ബാലഗോപാൽ. ഇങ്ങനെ ഇപ്പോൾ കേരളത്തിലെ ഈ പൊതുരംഗത്ത് പല ചുമതലകൾ നിർവഹിക്കുന്ന അനേകം പേര്, മന്ത്രി, MP, MLA, ഇനി ഇതൊന്നും അല്ലെങ്കിലും കേരളത്തിലെ പൊതുജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ വലിയ നേതാക്കളായി നിൽക്കുന്നു, അവരെല്ലാം പരുവപ്പെടുത്തിയത് സംഘടനാ പ്രവർത്തനമാണ്. ഞാൻ SFI ആയിരുന്നില്ലെങ്കിൽ എന്തുമാത്രം ഒരു ചെറിയ മനുഷ്യനായി തീരുമായിരുന്നു ഞാനിപ്പം അത്ഭുതപ്പെടാറുണ്ട്. കാരണം വലിയ ലോകങ്ങളിലേക്ക് തുറന്നു വിട്ടത് SFI ആണ്. SFIയിലൂടെ വന്ന ഇടതുപക്ഷ രാഷ്ട്രീയവും ആശയവുമാണ്. അതാണ് ലോകത്തെ കാണാൻ പ്രേരിപ്പിച്ചത്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇത് എന്തുകൊണ്ട് സാധാരണഗതിയിൽ കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് ഞാൻ എങ്ങനെ SFI ആയെന്ന് വെച്ചാൽ, പുസ്തക വായനയിലൂടെയും ഒക്കെ ഈ വന്ന ഒരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവും പിന്നെ സൗഹൃദങ്ങളും ഒക്കെയാണ്. എൻ്റെ വളരെ കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബമാണ്. ആകെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ മുത്തച്ഛൻ പണ്ട് 50കളിൽ
കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അത് കൊടിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാളാണ്. ആ ഒറ്റ ഒരാൾ മാത്രമേ ബാക്കി എൻറ്റയർ ഫാമിലി കോൺഗ്രസ് ആയിരുന്നു. വീട്ടിൽ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു, ധാരാളം ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പോരാട്ടം നടത്തുന്നത് വീട്ടിൽ തന്നെയാണ്. പിന്നീട് അവരെ വീട്ടുകാർക്ക് വിരോധം കൊണ്ടല്ല, അവർക്ക് ആശങ്കയായിരുന്നു. കാരണം അന്ന് ഇപ്പം ഞാനൊക്കെ വരുന്ന കാലത്ത് പോലും കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു മോശമാണ് എന്നുള്ള, പ്രത്യേകിച്ച് ഒരു യാഥാസ്ഥിതിക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകൾ SFI ഒക്കെ ആവുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ അവരെ മാറ്റിയെടുത്തു. പിന്നെ ഞാൻ അവരെ മാറ്റിയെടുത്തു. അരിവാൾ ചുറ്റികയിൽ ഒരിക്കലും ഊട്ടിയില്ല എന്ന് പറഞ്ഞ എൻ്റെ അമ്മ അരിവാൾ ചുറ്റികയിൽ ഊട്ടിയുന്ന ആളായിട്ട് മാറി. അപ്പോൾ ആ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ വീട്ടിൽ സമരം ചെയ്തു. രാഷ്ട്രീയമായ ആദ്യത്തെ മാറ്റം വീട്ടിലാണ് ഉണ്ടാക്കിയത്, പിന്നീട് നാട്ടിലുണ്ടാവുന്നത്. അപ്പോൾ ചളവറ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ SFI ആവുന്നത്. പോളിടെക്നിക് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ SFIയുടെ ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ കാഡറായിട്ട് രൂപപ്പെടുന്നത് അവിടെ നിന്നാണ്. പിന്നെ SFI ക്യാമ്പുകൾ, അതോടൊപ്പം പുസ്തക വായന, ഇതെല്ലാം വലിയൊരു ലോകം നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് വന്നു. ഏത് പ്രശ്നത്തെയും അപഗ്രഥിക്കാൻ, സമീപിക്കാൻ, അത് കൈകാര്യം ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ ഉണ്ടായതാണ്. എത്ര കുറഞ്ഞു കുറഞ്ഞ പ്രശ്നമാവട്ടെ. ഇപ്പോൾ ഞങ്ങൾ SFI ഒക്കെ പ്രവർത്തിക്കുമ്പോൾ പ്രീ പ്രൈമറി കുട്ടികളുടെ പ്രശ്നം മുതൽ ഗവേഷക വിദ്യാർത്ഥികളുടെ പ്രശ്നം വരെ ഞങ്ങളുടെ മുമ്പിൽ വരും. അത് കൈകാര്യം ചെയ്യാറുണ്ട്. എൻജിനീയറിംഗ്, മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ അതൊക്കെ കൈകാര്യം ചെയ്യാൻ അത്രമാത്രം ആ മേഖലയെക്കുറിച്ച് പഠിക്കണം. ഇപ്പോൾ ഞാൻ SFI സംസ്ഥാന സെക്രട്ടറി ആകുമ്പോഴാണ് 2 കമ്മീഷനുകൾ വെച്ചത്. ഒരു വിദ്യാർത്ഥി സംഘടന അക്കാദമിക് കമ്മീഷൻ വെക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അതൊന്ന് പാഠ്യപദ്ധതി പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാനുള്ള GB ബാലമോഹൻ തമ്പി കമ്മീഷനാണ്. ഡോക്ടർ GB ബാലമോഹൻ തമ്പിയുടെ നേതൃത്വത്തിൽ ONE കുറുപ്പ് സാറൊക്കെ അതിലുണ്ടായിരുന്നു. കേരളത്തിൽ പ്രൈമറി തലത്തിൽ നടപ്പാക്കിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തെക്കുറിച്ച് ഗംഭീര റിപ്പോർട്ട് ആ കമ്മീഷൻ പുറത്തിറക്കി. രണ്ടാമത്തേത് പ്രൊഫസർ പ്രഭാത് പട്നായിക് കമ്മീഷനാണ്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ റീസ്ട്രക്ചറിങ്ങിനെ കുറിച്ച് പഠിച്ച ആദ്യത്തെ കമ്മീഷൻ. സർക്കാരിൻ്റേതല്ല, പിന്നീട് ഇപ്പോൾ LDF സർക്കാർ വന്നിട്ടാണ് കമ്മീഷൻ വെച്ചത്. അതിന് മുമ്പ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് SFI മുൻകൈ എടുത്തിട്ടാണ് വരുന്നത്. പ്രൊഫസർ പ്രഭാത് പട്നായിക്, ഡോക്ടർ PK മൈക്കിൾ തരകൻ, രാജൻ ഗുരുക്കൾ, പിന്നെ ഇങ്ങനെയുള്ള പ്രമുഖരായ വിദ്യാഭ്യാസ വിചക്ഷണ RVG മേനോൻ, ഇവരെല്ലാം അടങ്ങുന്ന ഒരു കമ്മീഷനായിരുന്നു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ. അതിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്, റീസ്ട്രക്ചറിങ് ഹയർ എഡ്യൂക്കേഷൻ. അത് 2000-ലാണ്. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റി യൂണിയനുകളെയും ചേർത്താണ് ഞങ്ങൾ ചെയ്തത്. ആ അനുഭവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് കാര്യവും നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി കൈവരികയാണ്. ഒന്നിൻ്റെ മുമ്പിന് പതറില്ല, വലിയ ആത്മവിശ്വാസം നൽകുക. ചെറുപ്പക്കാർക്ക് അത് പ്രധാനമാണ്. ഒരു വലിയൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ പാർലമെൻറ്റിൽ ചെന്നപ്പോൾ ആദ്യം ഒരു അമ്പരപ്പുണ്ടായി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ള, എൻ്റെ തലമുറയിൽപ്പെട്ട MP മാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിദേശ വിദ്യാഭ്യാസം നേടിയവരാണ്. ഹാർവാർഡിലും മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ച ഒരു നിര. ഞാൻ ആദ്യം ഒന്ന് അമ്പരന്നു, അവരുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനാവും. പക്ഷേ പിന്നെ മനസ്സിലായി, നമ്മൾ കടന്നു വന്ന അനുഭവങ്ങൾ, നമ്മൾ കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ വൈവിധ്യം, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ ആർജിച്ചിട്ടുള്ള ഈ ആത്മവിശ്വാസം അതവർക്കില്ല. പ്രശ്നങ്ങളെ അങ്ങനെ കൈകാര്യം ചെയ്ത അനുഭവം അവർക്കില്ല. അതുകൊണ്ട് തന്നെ MP എന്ന നിലയിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം SFI അനുഭവമാണെന്ന് ഞാൻ പറയും. SFI ആണ് എന്നെ രൂപപ്പെടുത്തിയത്, SFI ആണ് എന്നെ മാറ്റിമറിച്ചത്. ഇപ്പോഴും ഇപ്പോൾ മന്ത്രി എന്ന നിലയിലും ഒക്കെ ഈ ചുമതലകൾ നിറവേറ്റുമ്പോൾ, പ്രത്യേകിച്ച് മാലിന്യമുക്ത നവകേരളം തുടങ്ങിയിട്ടുള്ള വലിയ വെല്ലുവിളികൾ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിന് പ്രാപ്തി നൽകിയത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ കരുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റിവ്യൂ മീറ്റിംഗ് വെച്ച് കേസ് മാർട്ടിൻ്റെ പുരോഗതി വിലയിരുത്തുക. സംഘടനയിൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ SFI പിന്നെ എപ്പോഴും SFI എന്ന് പറയുന്നത് പോലെയാണ്. മിനിസ്റ്റർ, അതുപോലെ ഒരു കാര്യം കൂടി, ഈ അടുത്ത് ഞാൻ മിനിസ്റ്റർ പോസ്റ്റ് കണ്ടിട്ടാണ് അത് ശ്രദ്ധിക്കുന്നത്. മിനിസ്റ്ററുടെ ലേഖനങ്ങളുടെ ഒരു സമാഹാരം ഇപ്പോൾ പുറത്തിറങ്ങി. ഈ ഇത്രയും തിരക്കിനിടയിൽ ഇത് എഡിറ്റ് ചെയ്യണമല്ലോ, കാലങ്ങളായി എഴുതിയ സംഗതികൾ, അതിന് മിനിസ്റ്റർ സമയം കണ്ടെത്തി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഒഴിവ് സമയം കിട്ടാറുണ്ടോ? യഥാർത്ഥത്തിൽ മന്ത്രിയായ ശേഷം തീരെയില്ല. ഞാൻ കുറച്ച് മാത്രം ഞാൻ നേരിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ 1-2 സുഹൃത്തുക്കളുടെ സഹായം തേടുകയാണ് ചെയ്തത്. അത് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോഴാണ് കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റുക. ഇപ്പോൾ അത്യാവശ്യം എഴുതുന്നതും വായിക്കുന്നതും ഒക്കെ ട്രെയിൻ യാത്രക്കിടയിൽ മാത്രമാണ്. അതുകൊണ്ട് കഴിയുന്നത് ഞാൻ ഈ ദീർഘദൂര യാത്ര മുഴുവൻ ട്രെയിനിലാണ്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ചെയ്തു. 25 വർഷത്തിനിടയിൽ എഴുതിയ ലേഖനങ്ങളിൽ തിരഞ്ഞെടുത്തതാണ്. മന്ത്രി എന്ന ചുമതലെടുത്ത 3 കൊല്ലത്തിനിടയിൽ ഒരു ലേഖനം പോലും എഴുതിയിട്ടില്ല, ഒന്നും എഴുതാനായിട്ടില്ല. എല്ലാം അതിനു മുമ്പ് സ്പീക്കറായിരിക്കുമ്പോഴും എഴുതിയിട്ടുണ്ടായിരുന്നു. എഴുതിയത്
കുറച്ച് ഞാൻ എഡിറ്റ് ചെയ്തു, കുറച്ച് ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ എഡിറ്റ് ചെയ്തു. ഈ എഴുത്തും വായനയ്ക്കും പുറമേ ഉള്ള എന്തെങ്കിലും പ്രവർത്തനം, ഒരു ഹോബി ഇതിൽ എനിക്ക് പിന്നെ പ്രധാനപ്പെട്ട സ്പോർട്സാണ്. അത് ശരി. അത് ഇപ്പോൾ ലോക ഫുട്ബോള്, ക്രിക്കറ്റ് എല്ലാം എങ്ങനെയെങ്കിലും മാർഗം ഉണ്ടാക്കി ഞാൻ കാണും. IPL കാണാറില്ല മാത്രം. IPL മാത്രമേ കാണാൻ താല്പര്യമില്ലാത്തതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ മറ്റേ ഒളിമ്പിക്സ് വന്നാലും വേൾഡ് അത്ലറ്റിക് മീറ്റ് വന്നാലും പ്രധാനപ്പെട്ട കായിക ഇനങ്ങളെല്ലാം ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പങ്കെടുക്കുമായിരുന്നു. ഞാൻ ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചിട്ടുണ്ട്. ഫുട്ബോളും ക്രിക്കറ്റും ധാരാളം കളിച്ചിട്ടുണ്ട്. ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത് വരെ, സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകുന്നത് വരെ കളിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവസരം കിട്ടിയാൽ ഒരു കൈ നോക്കും. ഇപ്പം ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുകയും ചെയ്യും. അത് ഒരവസരം കിട്ടിയാൽ നോക്കും. എനിക്ക് അറിയാവുന്ന പണിയേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ പാട്ട് ഇഷ്ടമാണ്, കവിത ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ, സാഹിത്യം വായിക്കാൻ ഇഷ്ടമാണ്. ഇതൊക്കെയാണ് ഹോബി. ഹോബി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് മാത്രമല്ല. സംഗീതം ഇഷ്ടമാണ്, ഏത് തരത്തിലുള്ള സംഗീതവും ഇഷ്ടമാണ്. സിനിമ ഇഷ്ടമാണ്, പക്ഷേ സിനിമ ഒരുപാട് കാണാൻ ഇപ്പോൾ സമയം കിട്ടാറില്ല. സിനിമ ഇഷ്ടമാണ്. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ ഒരു 3 സിനിമ കണ്ടതാണ് അടുത്ത കാലത്ത് കണ്ടത്. ഹോം ബൗണ്ടാണല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. ഇപ്പോൾ മിനിസ്റ്ററെ നമുക്ക് അവസാനിപ്പിക്കാൻ ഒരുപാട് തിരക്കുള്ള സമയം. ഞാൻ എന്തോ ഭാഗ്യത്തിന് എനിക്ക് മിനിസ്റ്റർ ഇങ്ങനെ കിട്ടി, ഞാൻ പിടിച്ചു വെച്ചേക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഹോബീസിൻ്റെ കാര്യം മിനിസ്റ്റർ സൂചിപ്പിച്ചുകൊണ്ട് MP രാജേഷ് എന്ന വ്യക്തിയെ കൂടുതൽ ആളുകൾ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലേ കേട്ടിട്ടുള്ളൂ. മിനിസ്റ്ററോട് ഞാനൊരു ചെറിയ റാപ്പിഡ് ഫയർ ചോദിക്കാം. ഡിപ്ലോമാറ്റിക് ഉത്തരങ്ങൾ പാടില്ല. 2 ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. മമ്മൂട്ടി ഓർ മോഹൻലാൽ? എനിക്ക് ഒരു അഭിനയത്തിൻ്റെ കരുത്തിൽ മമ്മൂട്ടിയും അഭിനയ വഴക്കത്തിൽ മോഹൻലാലും. അപ്പൊ അതൊരു ഡിപ്ലോമാറ്റിക് ഉത്തരമാണ്. അല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളുടെ കരുത്ത് ഉണ്ടല്ല, മോഹൻലാലാണെങ്കിൽ വഴക്കം വളരെ കൂടുതലാണ്. അപ്പം ആ നിലയിൽ A or B എന്ന് പറയാൻ പറ്റില്ല. 2 പേർക്കും അവരുടേതായിട്ടുള്ള 2 വ്യത്യസ്ത വളരെ വ്യത്യസ്തമായ ശൈലിയും രീതിയാണുള്ളത്. രണ്ടും അതുകൊണ്ടാണ് 2 പേരും ഇപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഡിപ്ലോമാറ്റിക്കേ അല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ കാലഘട്ടത്തിൽ ഉർവശി ഓർ ശോഭന എന്ന് ചോദിച്ചാൽ? എനിക്ക് അത്തരം ഈ ഇന്നയാൾ അല്ലെങ്കിൽ വേറൊരാൾ എന്നുള്ളത്, ഇപ്പോൾ 2 പേരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അല്പം പരിചയം ഉർവശിയാണുള്ളത്, നേരത്തെ പരിചയം ഉണ്ടായിരുന്നത്. ശോഭന അത്ര പരിചയമുള്ളതല്ല. അതിലും ഇതേ അനുഭവമാണ് എനിക്കുള്ളത്. പക്ഷെ ഉർവശി കുറച്ചുകൂടി വൈവിധ്യമുള്ളൊരു നടിയാണ്. ഉർവശി എന്ന് ഞാൻ ആൻസർ കൊടുക്കുന്നു. പിന്നെ മെസ്സി ഓർ റൊണാൾഡോ എന്ന് ചോദിച്ചാലോ? മെസ്സി, സംശയമില്ല. അതെനിക്ക് സംശയമില്ല. അതെന്താ റൊണാൾഡോ ഫാൻസ് കാണുന്നുണ്ടെന്ന്? അല്ല, റൊണാൾഡോ നല്ല കളിക്കാരനൊക്കെയാണ്. പക്ഷെ മെസ്സി മൈതാനത്ത് പന്തുകൊണ്ട് കവിത രചിക്കുന്ന ആളാണ്. കാലുകൾ കൊണ്ട് കവിത രചിക്കുന്ന, കാലും പന്തും ഉപയോഗിച്ച് കവിത രചിക്കുന്ന ആൾ മെസ്സിയാണ്. ആ ഒരു ലാവണ്യം റൊണാൾഡോയുടെ കളിക്കില്ല എന്നാണ്. അത് ശരി. വേറൊരു ട്വിസ്റ്റി ചോദ്യം ചോദിക്കാം. സോണിയാഗാന്ധി ഓർ മമതാ ബാനർജി? പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, എനിക്ക് എല്ലാ വിയോജിപ്പും നിലനിർത്തിക്കൊണ്ട് മമതയേക്കാൾ ഞാൻ സോണിയാഗാന്ധിയാണ് മാർക്ക് കൊടുക്കുക. വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട്, രാഷ്ട്രീയമായ വിയോജിപ്പൊക്കെ നിലനിർത്തിയിട്ടാണ്. അതൊരു ഇടതുപക്ഷക്കാരൻ്റെ ഉത്തരവും കൂടിയാണ് എന്ന് ഞാൻ കാണുന്നു. അവസാനം, SFI കാലഘട്ടം ഓർ DYFI കാലഘട്ടം? SFI, എന്താ സംശയം? ഒരു സംശയമില്ല. ശരി മിനിസ്റ്റർ, അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് മിനിസ്റ്റർ. ഇപ്പോൾ തൃത്താല മണ്ഡലത്തിലെ മിനിസ്റ്ററുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. അതിനപ്പുറം തൃത്താല എന്നൊരു മണ്ഡലമുണ്ട് എന്ന് ആളുകൾ കൂടുതൽ മനസ്സിലാക്കിയ കാലഘട്ടവും കൂടിയാണിത്. 5 കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത, തൃത്താലയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോശം വാർത്തയും കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, ഒരിക്കലും. നല്ല വാക്കുകൾ, നല്ല വാർത്തകൾ ഇതേ വന്നിട്ടുള്ളൂ. അതിനു മുമ്പത്തെ 5 കൊല്ലം AKGയെ അധിക്ഷേപിച്ച വിവാദം, KR മീരയെ അധിക്ഷേപിച്ച വിവാദം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ബഹളങ്ങൾ, ഇതെല്ലാം ആണ് തൃത്താലയിൽ നിന്ന് വന്നത് എങ്കിൽ ഈ 5 കൊല്ലം അവിടെ നിന്ന് വന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നതിൻ്റെ, MTക്കും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ലക്ഷ്മിക്കും അമ്മു സ്വാമിനാഥനും ഒക്കെ സ്മാരകങ്ങളുണ്ടായതിൻ്റെ ഒക്കെ വാർത്തകളാണ് വന്നത്. അവരെല്ലാം നമ്മൾ ഓർത്തു. MT അക്കിത്തം 2 ജ്ഞാനപീഠം കിട്ടിയ ഒറ്റ ഗ്രാമമേ ഇന്ത്യയിലുള്ളൂ കേട്ടോ.
2 ജ്ഞാനപീഠ ജേതാക്കൾ പഠിച്ച ഒറ്റ സ്കൂളേ ആ ഉള്ളൂ. ക്രെഡിറ്റ് മിനിസ്റ്റർക്ക് എടുക്കാൻ പറ്റില്ല. അല്ല, അത് തൃത്താല മണ്ഡലത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുപോലൊരു മണ്ഡലത്തിന്റെ പ്രതിനിധിയാവുക എന്നുള്ളത് വലിയ ഭാഗ്യമല്ലേ? അങ്ങനെ ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധിയാവുമ്പോൾ നല്ല വാക്കല്ലാതെ മറ്റൊന്ന് ഉച്ചരിക്കാൻ പറ്റുമോ? എംടിയും അക്കിത്തവും VT ഭട്ടതിരിപ്പാട്, അടുക്കളയിൽ നരങ്ങത്തേക്കെന്ന ആഹ്വാനം മുഴക്കിയ VT ഭട്ടതിരിപ്പാട്ടിൻ്റെ നാടാണ് തൃത്താല. അതുപോലെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ വനിതാ അംഗങ്ങളിൽ ഒരാളായ അമ്മും സ്വാമിനാഥൻ്റെ ഒരു കഴുത്തിൽ സ്റ്റെതസ്കോപ്പും ഒരു കയ്യിൽ തോക്കുമായിട്ട് പൊരുതിയ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ഇവരുടെയൊക്കെ നാടായിട്ടുള്ള തൃത്താലയിൽ നിന്ന് വരുന്നൊരു ജനപ്രതിനിധി ആ ഔന്നത്യം ഉയർത്തിപ്പിടിക്കണ്ടേ? അതിനാണ് ഞാൻ എനിക്ക് കഴിയുന്ന പോലെ ശ്രമിച്ചത്. മിനിസ്റ്റർ, അങ്ങനെ ഒരു മണ്ഡലത്തെയും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ നേട്ടങ്ങളെ നയിക്കുകയും ഒക്കെ ചെയ്ത ഒരു LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ അങ്ങയോടൊപ്പം പൂർണ്ണ പിന്തുണ നൽകി ജനങ്ങൾ ഉണ്ടാകും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ആശംസകളും കൂടി നേരുന്നു. താങ്ക് യു.